എന്റെ അണ്ണാ, ഇപ്പോഴാ ഈ പത്മത്തിന് ശ്വാസം നേരെ വീണത്. അതെന്താ പത്മം? കുറച്ചു മുമ്പ് വരെ ശ്വാസം വിലങ്ങനെ നിൽക്കുകയായിരുന്നു. നീ കാര്യം തെളിച്ചങ്ങ് പറ പത്മം. സുപ്രീം കോടതിയുടെ വിധി തെരുവ് നായ്ക്കളെ എല്ലാം പിടിച്ച് ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്ന്. ഇനി മനസമാധാനത്തോടെ വഴിയിലൂടെ നടക്കാലോ. അങ്ങനെ സമാധാനപ്പെടാൻ വരട്ടെ പത്മം. അതെന്താ? മൃഗസ്നേഹികൾ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആരെയാ ഉദ്ദേശിച്ചേ? നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ ഒരു മൃഗസ്നേഹി. ഇപ്പൊ പിടികിട്ടി. ഒരു പണിയും ചെയ്യാതെ സുഖജീവിതം നയിച്ചു നടക്കുന്ന അവനോ? എന്താണ് അയാളുടെ പേര്? പിടികിട്ടി, നായ്ക്കൻ. പറ്റിയ പേര് തന്നെ. മനുഷ്യന് വേണ്ടി വാദിക്കാൻ ആരുമില്ലെന്നോ? ഇപ്പോഴെങ്കിലും നീതിപീഠം ഇടപെട്ടല്ലോ, അത്രയും ആശ്വാസം. ഓ, എത്ര കുട്ടികളാ പേ പിടിച്ച് മരിച്ചത്. ഈ നായ്ക്കനും കുട്ടികളും കുടുംബവും ഉണ്ടാവുമല്ലോ. ഉണ്ടെന്നാ അറിവ്. അവരെല്ലാം കാറിലല്ലേ നിത്യം യാത്ര ചെയ്യുന്നത്. അപ്പൊ അവർക്ക് തെരുവ് നായ്ക്കളെ പേടിക്കണ്ട. പക്ഷേ സഞ്ചരിക്കാൻ കാലുവണ്ടി മാത്രമുള്ള പാവങ്ങൾ എന്ത് ചെയ്യും? ആനപ്പുറത്തിരിക്കുന്നവന് പട്ടിയെ പേടിക്കണ്ടല്ലോ. നമ്മുടെ സുമതിക്ക് കുത്തിവയ്പ് ലൈസൻസും എടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ മാസമല്ലേ എടുത്തത്. എന്താ ചോദിച്ചത്? കുത്തിവയ്പ് എടുത്ത നായ്ക്കൾക്കും പേ പിടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നേരാ. വളർത്തു നായ്ക്കളാണേലും തെരുവ് നായ്ക്കളാണേലും ഒരു കോൽ അകലം പാലിക്കുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെ. കാരണം അവറ്റകൾ മൃഗങ്ങളാണല്ലോ. എന്നാലേ നല്ല സ്നേഹവും കൂടി ഉള്ളവരാ നായ്ക്കൾ. അല്ലണ്ണാ, നായ്ക്കളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, അതാ നായ്ക്കൻ വരുന്നു. അല്ല പത്മം, അയാൾ എന്തിനായിരിക്കും ഇങ്ങോട്ട് വരുന്നത്? വല്ല പിരിവിനോ മറ്റോ ആവും. അപ്പോ 5-10 കൊടുത്ത് പറഞ്ഞു വിട്ടേക്ക്. നമസ്കാരം സാർ. നമസ്കാരം. എന്നെ അറിയാലോ, മൃഗസ്നേഹി നായ്ക്കൻ. ആ പേര് അതെനിക്കൊരു അഭിമാനമാണ്. ഓക്കെ, താങ്കൾ ഇങ്ങോട്ട് വന്നത്? ഇവിടെ നിങ്ങളൊരു നായയെ കൂട്ടിലിട്ട് ചങ്ങലക്കിട്ട് പീഡിപ്പിക്കുന്നുണ്ടെന്നൊരു അറിവ് കിട്ടി. ആനിമൽ പ്രൊട്ടക്ഷൻ കമ്മിറ്റിക്കാണ് പരാതി കിട്ടിയിരിക്കുന്നത്. അല്ല, ആരാ പരാതി തന്നത്? അത് പറയാൻ കഴിയില്ല. എന്റെ ഗുരുവായൂരപ്പാ, ഇതെന്ത് കഥ? സുമതിയെ പീഡിപ്പിക്കുന്നോ? ആര്? എപ്പോ? ഏത് സുമതി? അപ്പോ ഈ വീട്ടിൽ പീഡനവും നടക്കുന്നുണ്ടല്ലേ? നോക്കിക്കോ, എല്ലാത്തിനെയും ഈ നായ്ക്കൻ പൂട്ടും. അല്ല, താങ്കളുടെ കയ്യും കാലും തുണി കണ്ട് മൂടി കെട്ടിയിട്ടുണ്ടല്ലോ. എന്തു പറ്റി? കണ്ടിട്ടൊരു വശപ്പശക് കണ്ടില്ലേ പത്മം? രക്തക്കറ. നേരാണല്ലോ അണ്ണാ. അതെ, എന്റെ ഒരു ബന്ധു എന്നെ അറ്റാക്ക് ചെയ്തതാ. പാവം, അറിഞ്ഞുകൊണ്ട് ചെയ്തതൊന്നും അല്ല, ഒരു അബദ്ധം പറ്റിയതാ. നിങ്ങൾ തമ്മിൽ വാക്കേറ്റോ മറ്റോ ഉണ്ടായോ? നിങ്ങളെന്താ ഈ പറയുന്നത്? അല്ല, ഈ മുറിവുകൾ കണ്ടിട്ട് കത്തിക്കുത്തോ വടിവാളിന്റെ വെട്ടോ മറ്റോ കൊണ്ട പോലെ. അതൊന്നുമല്ല, നിങ്ങൾക്ക് തെറ്റുപറ്റി. എങ്കിലും നിങ്ങൾ തന്നെ പറ. അതെ, ആ വിജനമായ യക്ഷിപ്പറമ്പിലെ പഞ്ചായത്ത് വക ഷെൽട്ടർ. പട്ടികളെ പാർപ്പിക്കുന്ന. പട്ടികളെന്ന് പറയാതെ നായ്ക്കളെന്ന് പറയൂ മിസ്റ്റർ. ഓ, എങ്കിൽ അങ്ങനെ. നായ്ക്കളെ ഷെൽട്ടറുകളിൽ തടവിലിടുകയല്ല വേണ്ടത്. പിന്നെ അവറ്റകളെ സ്വതന്ത്രമായി വിടണം. പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് തിന്നും കുടിച്ചും ജീവിക്കണം. അതിരിക്കട്ടെ, നിങ്ങൾ എത്ര പട്ടികൾക്ക് എത്ര നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് നായ്ക്കൻ? ഞാനൊരു വറ്റുപോലും കൊടുക്കാറേ ഇല്ല. നിങ്ങൾ എന്ത് മൃഗസ്നേഹിയാണ് മിസ്റ്റർ. നോക്കണം മിസ്റ്റർ, പക്ഷികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പക്ഷേ അവർക്ക് വേണ്ട ഭക്ഷണം കിട്ടുന്നില്ലേ? പാമ്പുകൾക്കാരെങ്കിലും ഭക്ഷണം കൊടുക്കാറുണ്ടോ? കാട്ടുമൃഗങ്ങൾക്കോ? അല്ല, ഈ തെരുവ് നായ്ക്കൾ കാട്ടുമൃഗങ്ങളൊന്നും അല്ലല്ലോ മൃഗസ്നേഹി. നായ്ക്കൻ. ആട്ടെ, നിങ്ങളുടെ മുറിവുകളുടെ രഹസ്യം ഇപ്പോഴും പറഞ്ഞില്ലല്ലോ. ഓ സോറി, അത് ഞാൻ മറന്നു. യക്ഷിപ്പറമ്പിലെ ഷെൽട്ടറിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? പഞ്ചായത്ത് വക ഷെൽട്ടറാണേ. ഞങ്ങൾ മൃഗസ്നേഹികൾ സംഘടിതരായി ചെന്ന് ഷെൽട്ടർ അങ്ങ് തകർത്തു. അയ്യോ. എന്നിട്ട് ആ പാവങ്ങളെ സ്വതന്ത്രരാക്കി. അതെ, അങ്ങനെ ഞങ്ങളുടെ മിത്രങ്ങളെ സ്വതന്ത്രരാക്കുന്നതിനിടയിൽ 1-2 സ്നേഹിതർ എന്നെ ഒന്ന് കടിച്ചു, അത്ര തന്നെ. എന്നിട്ട് മരുന്ന് ചെയ്തിരുന്നോ? വിഡ്ഢിത്തം പറയാതിരിക്കൂ മിസ്റ്റർ. അയ്യോ, പേയ് പിടിച്ച നായ്ക്കളുണ്ടെങ്കിലോ? ഈ നായ്ക്കനോ ഒന്നും വരില്ല. കോൺഫിഡൻസ്, അതാണ് മനുഷ്യന് വേണ്ടത്, അല്ലാതെ ബാർ സോപ്പൊന്നും അല്ല. ഞാൻ വന്നത് പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ നായയെ ഉടനെ റിലീസ് ചെയ്യണം. ആനിമൽ പ്രൊട്ടക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനമാ ഈ നായ്ക്കൻ പറഞ്ഞത്. അല്ലെങ്കിൽ നിയമ നടപടി ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരും. അയ്യോ, ആണോ? അണ്ണാ കേട്ടില്ലേ നായ്ക്കൻ പറയുന്നത്? ഞാനും കേട്ടു. പത്മ അകത്തേക്ക് പോകൂ. അപ്പോ ഞാൻ പുറത്തേക്ക് പോകണമെന്നായിരിക്കും. വേണ്ട, നിങ്ങൾക്കുള്ളത് സ്വതന്ത്രയായ സുമതി തന്നോളൂ. അയ്യോ, വാളെടുത്തവൻ വാളാലെ എന്നുകൂടി പറയൂ ചേട്ടാ. പിന്നണിയിൽ സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, രജു കോലിക്കോട്. രചന സലീം കുമാർ പട്ടണക്കാട്.